നീ തന്നെ എവിടെ കൊണ്ടുപോവാടാ മെനകെട്ടവനെ? എന്റെ അര ദിവസത്തെ കൂലി നീ കളയുമല്ലോ. അമ്മച്ചി എന്നാ വർത്തമാനായി പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നൈൽ ആശുപത്രിയില് ഇന്ന് വീട്ടമ്മമാര് ചെന്ന 10 കിലോ അരിയും കൂടെ പയറോ പരിപ്പോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ആ ഗിരീഷേ എന്നോട് അമ്മച്ചിയെ കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ അവനെ ആരെങ്കിലും തല്ലിക്കൊന്ന് ആശുപത്രിയിൽ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞാലൊന്നും ആ വഴിക്ക് ഞാൻ വരിക. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണടാ. അല്ല അമ്മച്ചി, അരി മേടിക്കാൻ സഞ്ചി എടുത്തോന്ന് ചോദിക്കാൻ വേണ്ടി നിർത്തിയതാ. അയ്യോ ഇല്ല. ഓ സാരമില്ല, ഞാൻ വല്ല പഞ്ചസാര ചാക്കോ മറ്റോ സംഘടിപ്പിച്ചോളാം. എന്നാ പോ. പഞ്ചസാര ചാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുമായിരിക്കുമല്ലേ? പിന്നെ ആശുപത്രിക്കാർക്ക് അതല്ലേ പണി, പഞ്ചസാര കിട്ടാൻ. ഒന്നും ഉണ്ടായില്ല അമ്മച്ചി. ഇവന് തന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത്? ഗിരീഷേ, ഇതാണാടാ നിന്റെ അരിക്കച്ചവടം? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എടാ ഗിരീഷ, നീ എന്തിനാടാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഗിരീഷിന്റെ അമ്മയാ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എന്തോ അടിപിടി കേസാന്ന് തോന്നുന്നു. ചേച്ചി വരുന്നതിന് മുമ്പ് ബോധം തെളിഞ്ഞ്. ആൻ, ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. ബട്ട് ഐ വോണ്ട് ടു നോ നൗ. ഇതാരാ? ഇയാൾ കടിയിട്ടുമ്പോ നിനക്ക് എന്തായിരുന്നു അവിടെ കാര്യം? Come on, tell me. ഇതെന്റെ വാടക കൊണ്ടയാ. എന്റെ പൊന്നു ഡോക്ടറെ, വന്നവൻ ചെറിയ പിള്ളേരെ വരെ പറ്റിക്കാൻ തുടങ്ങി. ഇതിനെ വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് കാലാകാലത്തേക്കൊന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്.